ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വേൾഡിലെത്തിയിട്ടുണ്ട്. ഇതെന്താ പംകിനാണ്. നമ്മൾ ചെസ്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റോൺ ആക്സ് കിട്ടി, ഫിഷ്, പിന്നെ 2 ട്രീ ആണ് നമുക്ക് വേണ്ടത്. പ്ലാന്റ്സ് കിട്ടി. ഓക്കെ, മരമൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. വേണം ബ്രെഡ്, ആപ്പിള്, പിക്കാക്സ്, വടി. ബാക്കിലൊന്നും നമുക്ക് വേണ്ട ഗൈസ്. തൽക്കാലത്തിന് നമുക്ക് ഇവിടുന്ന് ഈ ടോർച്ചും പിന്നെ ചെസ്റ്റ് മട എടുത്ത് കൊണ്ടുപോകാം. ചില സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ പോകുന്നുള്ളൂ. നമുക്ക് പേടിക്കേണ്ട ആവശ്യം തന്നെയല്ലേ ഗൈസ്. ഓക്കെ, ഇവിടെ അവിടെ ഒരു ഐറ്റം കണ്ടോ നിങ്ങൾ അവിടെ? ഇതെന്താ വെച്ചാൽ എന്താണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഗൈസ്. കുറേ കാലമായി ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. നമുക്കിങ്ങനെ ഗൈസ് അവിടെ ഒരു സംഭവം സീഡൊക്കെ എനിക്ക് വേണം, എന്തിനേലും ആവശ്യം വന്നാൽ നമുക്ക് എടുത്ത് സെറ്റാക്കാം ഗൈസ്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട്. സറയിലാണല്ലേ ക്രിയേറ്റീവ് അല്ലേ? ഞാൻ ക്രിയേറ്റീവിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വില്ലേജൊക്കെ തിരഞ്ഞു പോകലുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവം ടെസ്റ്റ് ചെയ്യണ്ടേ അതിന് കേസ്. പക്ഷേ സറയിലായതുകൊണ്ട് ഇപ്പോൾ വണ്ടി കയറാനൊന്നും പറ്റില്ല. ഇതെന്തിനാണ് എന്തോ ആണ്. നമുക്ക് സ്റ്റീലുണ്ട് കേസ്. ഇതൊക്കെ എടുക്കാം കേസ്. നമുക്കിപ്പോൾ എന്താ ആവശ്യം വെച്ചാൽ ഇന്നിപ്പോൾ മര്യാദക്ക് ആവശ്യമില്ല എന്തല്ലേ. ഓക്കെ, നമുക്ക് നേരെ ഗോൾഡൊന്നും ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും താമസിച്ച് അയണിൻ്റെ ഇതാണ് സംഭവം. ഇവിടെ വെട്ടിപ്പ് കയറാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ചങ്ങോട്ട് പോയിട്ട് ഇവിടെ കയറാൻ പറ്റും. പേടിച്ചേണ്ട ആവശ്യമില്ല ഗൈസ്. ഇതിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇവിടെ കയറാൻ പറ്റും. ഓക്കെ, വില്ലേജ് ഗൈസ്. കുതിരയൊക്കെ മാറി വില്ലേജ് കിട്ടിയ പിന്നെ അവിടെ വില്ലേജിൽ പോയി ലൂട്ടാനുള്ള പരിപാടിയാണ്. വില്ലേജ് കിട്ടി. ഹോയ് ഹോയ് ഹോയ്. ഉണ്ടല്ലോ, ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഞങ്ങൾ ഹെൽത്ത് പറഞ്ഞു. നമുക്ക് ഇവിടെ ലൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ ലാഭമാണ്. അയൺ കോളം കേസ്. അയൺ കോളത്തിന് നമുക്ക് തീർക്കണം. ബെഡൊക്കെ ഉണ്ടല്ലോ. അയൺ കോളത്തിന് തീർക്കാൻ നമുക്ക് പ്ലാൻസ് ഉണ്ടാക്കണം. 4-8 ഇതൊക്കെ പോലും മാറ്റി. ആദ്യം സോംബിനെ തല്ലി തീർന്നോട്ടെ, എന്നിട്ട് നമുക്ക് അയൺ കോളത്തിന് പോയി തട്ടാം ഗൈസ്. ഓക്കെ, ആപ്പിൾ ഓക്കെ. അപ്പം നമ്മൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. എവിടെ അയൺ കോളം?
അയങ്കോളത്തിന് സ്പീഡ് കൂടിയോ? അയങ്കോളമേ സ്പീഡ് കൂടാൻ പാടില്ല. അയങ്കോളമേ സ്പീഡ് കൂടാൻ പാടില്ല. എനിക്ക് അറിയാതെ കളിച്ചാൽ വന്നത്. അയങ്കോളമേ എനിക്ക് സ്പീഡ് കൂടാൻ പാടില്ല. അതറിയില്ല. കൊല്ലണം എനിക്ക്. അത്രേ ഉള്ളൂ. ഫ്രാൻസ് നമുക്ക് ആവശ്യമുണ്ടാകും. നമ്മൾ പൊട്ടിച്ചിറങ്ങണം. ഗൈസ് നമ്മളെ ഇതിൻ്റെ ഹെൽത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് വെച്ചാൽ നമ്മളെ ആക്സിൻ്റെ വില്ലേജറെ ഇത് കിട്ടണമെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ കയറി പോവാ. ഹായ്, നിങ്ങളെ നേതാവിനെ ഞാൻ കൊന്നു. രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. പൊട്ടിച്ചാൽ പിന്നെ സുഖമായിട്ട് ഇറങ്ങി കയറണം ചെയ്യാലോ. ഇതിൽ ചെസ്റ്റ് ഉണ്ടാവില്ല. ചില വീട്ടിൽ ഇങ്ങനത്തെ ചില വീട്ടിൽ ചെസ്റ്റ് ഉണ്ടാവും. ഗൈസ് ഓക്കെ, ഇതെന്തിനാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റിൽ കണ്ടിട്ടില്ല. കണ്ടക്കും ചിലപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിട്ടാണ് കാരണം. പക്ഷെ ഇങ്ങനത്തെ വീഡിയോ ന്യൂ വേർഷനിലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വന്നിരിക്കണമെന്നാണ്. നമുക്ക് അടുത്തവിടെ നല്ലൊരു വീടില്ലല്ലോ. വലിയ വീട്ടിലൊന്നും ഇതുണ്ടാവില്ല. ടോൾ സ്മിത്തിൻ്റെ പേരല്ലേ? ടോൾ സ്മിത്തിൻ്റെ പേരുണ്ടായാലേ നമുക്ക് നല്ല ലാഭമാണ്. നമുക്ക് അതിന് ഇതൊക്കെ കിട്ടും. എന്താ വെച്ചാൽ അവിടെ ഉണ്ട് ടോൾ സ്മിത്തിൻ്റെ പേരാണ്. നമുക്ക് അതിന് ഡയമണ്ടിൻ്റെ എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ ഡയമണ്ട് സോഡോ ആർമറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. നമ്മുടെ കയ്യിലിങ്ങനെ നടക്കണ്ടല്ലോ. ഗൈസ്, ഇവിടെ വുഡിൻ ടൂൾ സ്മിത്തിൻ്റെ പേരല്ല എന്നാ പറഞ്ഞ പോലെ. വൗ, ടൂൾ സ്മിത്തിൻ്റെ പേര കാണുവാനില്ല. ഇത് എന്തൊരു ചെറിയ വില്ലേജാണ്. ഞാൻ കുറച്ച് വലിയ വില്ലേജൊക്കെ ആക്കാമെങ്കിൽ ഞാൻ കുറച്ച് വലിയ വില്ലേജൊക്കെ ആക്കാൻ വിചാരിച്ചു. പക്ഷെ ഇത് അത്ര വലിപ്പമില്ലാത്ത വില്ലേജാണ്. മേലെന്തോ പേര് വില്ലേജർ ഔട്ട് പോസ്റ്റ്. വാവ്, നല്ല സ്ഥലമാണ്. നല്ല സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കണത് ഗൈസ്. വില്ലേജർ ഔട്ട് പോസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലത്തിന് മേലത്തെ പേരെടുക്കാം. അതേകാരം ഒന്നും കൂടിയും ബെറ്റർ. അവിടെ നല്ല ആ മരത്തിൻ്റെ മല, അവിടെ ആ മരത്തിൻ്റെ മല ഗൈസ്. ഇവിടുത്തെ ഇങ്ങനെ നോക്കുമ്പോഴല്ലോ എന്താ വൈബ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ റിയൽ ലൈഫിൽ കാണുന്നുണ്ടല്ലോ. നമ്മളെന്താ പറയുക, ഇത്രയും നല്ലൊരു സ്ഥലം വേറെ എവിടുന്ന് കിട്ടൂലെന്ന് പറയാം. അജാതി എനിക്ക് പറയണ്ടെന്താ അറിയില്ല ഗൈസ്. അജാതി സെറ്റ് സ്ഥലമാണ് ഗൈസ് ഇതൊക്കെ. നമുക്കിപ്പോൾ തൽക്കാലത്തിനൊരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ആവശ്യമുണ്ട്.
ബക്കറ്റ് സെറ്റായിട്ടും പക്ഷെ ബെഡ് സെറ്റായിട്ടില്ല കേട്ടോ ഗൈസ്. ബെഡിന് നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി കയറാനും പാടാണ്. ഇവിടെ ഇറങ്ങി അവിടെ ബെഡ് എടുത്ത് നമുക്ക് പോരാ ഗൈസ്. വേണ്ട ഗൈസ്, നമുക്ക് ഇന്ന് ഇവിടെ കടന്നുറങ്ങാം. ഈ വില്ലേജർ ഇവിടെ നോക്കണ്ട, നോക്കിയ പണിയാണ്. ഓക്കെ, നമ്മൾ ഉറങ്ങിക്കണ്. ഇനി നമുക്ക് രാവിലെ ആവണം. രാവിലെ നമുക്ക് ഈ ബെഡ് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കാം. കയ്യിലൊരു കൂട്ടം സാധനങ്ങളുണ്ട്. ഇതൊക്കെ എടുത്താ പെട്ടി കിട്ടാണ്ടല്ലോ, നല്ല കാര്യമാണ്. ഇതിലെന്തെങ്കിലും ഒന്ന് ഫ്രീ വേണ്ടേ? ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുള്ളൂ, നമുക്ക് പേടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കുഞ്ഞി പേരാണ് എടുക്കുക. ഇങ്ങനെ ഒരു ഇത് വെക്കാം. ഇവിടെ നമുക്ക് ഈ അല്ലെങ്കിൽ അപ്പുറ സൈഡിലാക്കാം സ്റ്റോൺ. ഇവിടെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ വൈബാണ്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലാക്കാം. ഇവിടെ ഡോർ വെക്കാം. ഇല്ല, തിരിച്ചാണ് ഡോർ വെക്കേണ്ടത്. നമുക്ക് തുറക്കാം. നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് ആ ഡോർ എടുത്തിട്ട് ഒരു ഫുഡ് കഴിക്കുക. ആപ്പിളും അവിടെ നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ തിന്ന് കഴിച്ചു. നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് എത്തിക്കിടാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്, വാട്ടർ പ്ലേ ചെയ്യാം. പിന്നെ ആപ്പിൾ നമുക്ക് എന്തായാലും ആവശ്യം ഉണ്ടാവില്ല ഫുഡിന്. വാട്ടർ പ്ലേ ചെയ്യേണ്ട സ്ഥലം മാറിപ്പോയി. വില്ലേജർ അങ്ങനെ ഓടി എടുക്കാൻ പാടില്ല കേട്ടോ. ക്രീപ്പറും സോംബിയൊക്കെ പിടിച്ച് തിന്നും. നമുക്ക് പിന്നെ പവറുണ്ട്. വില്ലേജർ പവറൊന്നുമില്ല, വെറുതെ പറയാണ് കേസ്. നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ കേവ് ലാവ ഇവിടെ വെള്ളം ഒഴിച്ച് സെറ്റാക്കാൻ. ആരാണ് ഇതോ ഇരുട്ടാണ്. വെറുതെ ഇങ്ങോട്ട് വന്നെങ്കിൽ അല്പം കഴിഞ്ഞു. ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാണ്? കുറച്ച് സ്റ്റോണ് ബാക്കി പോകാനല്ലേ, നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് 2-3-4 സ്റ്റോൺ ഉറക്കി പോയാൽ പോരി. 2 സ്റ്റോൺ മതി നമുക്ക് സത്യം പറഞ്ഞു. 4 എടുത്തു. അവിടേക്ക് വെറുതെ പോയി വെള്ളം ഒഴിച്ച്. അല്ല, നമുക്കിപ്പോൾ അവിടെ കറക്റ്റ് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയാണ്ട് നമുക്ക് നേരെ നെതർ പോർട്ടൽ ഉണ്ടാക്കി പോയിന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.